ഈ PM ശ്രീ പദ്ധതി മരവിപ്പിക്കലിൽ കേന്ദ്രത്തിന് അയക്കാനുള്ള കത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. മുഖ്യമന്ത്രി പരിശോധിക്കും. ആ പരിശോധിച്ചതിന് ശേഷം കത്ത് കേന്ദ്രത്തിന് അയക്കുന്നതായിരിക്കും. ചീഫ് സെക്രട്ടറിയാണ് കത്ത് തയ്യാറാക്കിയത്. അതേസമയം ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചതോടെ SSK കുടിശ്ശികയുടെ ആദ്യ ഗഡു പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കേരളം. അപ്പോൾ പദ്ധതി മരവിപ്പിക്കുകയാണ്. അങ്ങനെ മരവിപ്പിക്കാൻ തീരുമാനിച്ചതോടെ കേന്ദ്ര ഫണ്ട് കിട്ടുമോ എന്നുള്ള വലിയൊരു ആശങ്കയിലാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ്. PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് അയക്കാനുള്ള കത്ത് ചീഫ് സെക്രട്ടറി തയ്യാറാക്കി കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ, ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് PM ശ്രീ പദ്ധതിക്ക് സമാനമായ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായിരുന്നത്. ആദ്യ ഗഡു ഈ ആഴ്ച നമുക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്ന നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫണ്ട് നമുക്ക് ലഭ്യമാകുമോ എന്നുള്ള ഒരു ആശങ്ക പൊതുവിദ്യാഭ്യാസ വകുപ്പിന് എന്തായാലും നിലവിലുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരമില്ല. നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതി അതിൽ ക്യാബിനറ്റ് തീരുമാനപ്രകാരമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷം കാര്യങ്ങൾ ക്യാബിനറ്റ് തീരുമാനിക്കും. ഈ MOUവിൽ വ്യക്തത വരുത്താൻ വേണ്ടി ക്യാബിനറ്റ് ഉപസമിതി നിയോഗിക്കുകയാണ്. ക്യാബിനറ്റ് ഉപസമിതി അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് യാതൊരു അനന്തര നടപടികളും ഉണ്ടാവില്ല. നമുക്ക് പണം ലഭിക്കില്ല എന്നൊരു അറിയിപ്പ് കേന്ദ്രത്തിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഔദ്യോഗികമായി എന്തായാലും അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ ഏകദേശം ഒരു 319 കോടി രൂപയാണ് ആദ്യ ഗഡുവായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കിട്ടുമെന്ന് കേരളം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇനി ഈ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുമ്പോഴും SSK അതിൻ്റെ പ്രൊസീഡിങ്സ് എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് SSKയുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്ത് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്ത്രപരമായ ഒരു തീരുമാനമായിരുന്നു PM ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിടുക എന്നുള്ളത്. അത് ഒപ്പിട്ടതിന് ശേഷം മരവിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആ തീരുമാനത്തിനും പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിച്ച ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യത്തിനും ഒരു തിരിച്ചടിയാകും എന്നാണ് പറയേണ്ടത്.